മാജിക് അവനിലെ പുഡിങ്സിൻ്റെ കുറേ റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പുഡിങ്സ് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു പുഡിംഗ് റെസിപ്പിയാണ് ചെയ്തത്. പക്ഷേ ഈ ആഴ്ചയും വീണ്ടും നമ്മളൊരു പുഡിംഗ് റെസിപ്പിയിലേക്ക് പോകുന്നു. അപ്പോൾ പുഡിങ്സ് തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാമല്ലോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബട്ടർ ക്രീം പുഡിങ്ങാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു ബട്ടർ ക്രീം പുഡിംഗ് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബട്ടർ ക്രീം പുഡിംഗ് ചേരുവകൾ: മിൽക്കി മിസ്റ്റിൻ്റെ പാല് 2 കപ്പ്, വെണ്ണ 100 ഗ്രാം, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, ചൈന ഗ്രാസ് 5 ഗ്രാം, 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തത്, പഞ്ചസാര 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ആകാം, ക്രീം ചീസ് 200 ഗ്രാം, മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം 1 കപ്പ് അഥവാ 250 ml. ആദ്യമേ തന്നെ നമ്മൾ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം പാല്, ഇതിപ്പോൾ 2 കപ്പ് പാലുണ്ട്, അതിൽ നിന്നും കുറച്ച് പാൽ കട്ടയില്ലാണ്ട് ഒന്ന് കലക്കാം. നോക്കിക്കോളൂ. അപ്പോൾ കോൺഫ്ലവർ കലക്കി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയിരിക്കുന്ന പാല് ഈ പാത്രത്തിലേക്ക് മാറ്റുന്നു. നല്ല കുറുകിയ പാലാണ്, മിൽക്കി മിസ്റ്റിൻ്റെ ടോണ്ട് മിൽക്കാണ്. അപ്പോൾ അത് വളരെ നല്ലതാണ്. പുഡിങ്സിനൊക്കെ എക്സലൻ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും. ഇനി ഇതിനകത്തേക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിശ്രിതം, ഇത് കൂടാണ്ട് ഇത് ചൈന ഗ്രാസ് കുതിർത്തതാണ്. ഇത് 5 ഗ്രാംസാണ് എടുത്തേക്കുന്നത്. നമ്മൾ വാങ്ങുമ്പോൾ 10 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ട് കിട്ടും. അതിൻ്റെ നേരെ പകുതി എടുക്കുക. ഇതൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ മുന്നേ കുതിരാൻ വെച്ചതാണ്. അപ്പോൾ നല്ല കുതിർന്നിരിക്കുന്നു. അതും കൂടി ചേർക്കാം. എല്ലാം ഒന്നിച്ച് നമുക്ക് മെൽറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക്, ഇത് മിൽക്കി മിസ്റ്റിൻ്റെ കണ്ടൻസ് മിൽക്ക് തന്നെയാണ്. ഇത് ഒരു ടിന്നിൻ്റെ പകുതി എടുത്തു. അതായത് 400 ഗ്രാമിൻ്റെ ടിന്നാണ് വാങ്ങിയതെങ്കിൽ അതിൻ്റെ നേരെ പകുതി എടുക്കുക. അപ്പോൾ 200 ഗ്രാംസാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പ് എന്ന് പറയാം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അതും ചേർക്കാം. അപ്പോൾ പാലിങ്ങനെ റിച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് കുറുകി വരും. അടുപ്പ് കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ് മിൽക്കിൻ്റെ അളവ് കൂട്ടി ചെയ്യാം. ഇതിപ്പോൾ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കേ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചിലപ്പോൾ വേണ്ടി വരും. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് 1/4 മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര ചേർക്കാം. ഇനി അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 കാര്യം, അതായത് ഇനി 2 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിനകത്തേക്ക് ഇടണം. അതും ചേർക്കാം. ഇതേ പുഡിങ് തന്നെ നമുക്ക് വേണമെങ്കിൽ ബ്രെഡിന് പകരം ബിസ്ക്കറ്റ്സ് ഇട്ടും ചെയ്യാം. അത് വേറൊരു ഫ്ലേവറായിട്ട് വരും. ഇനി അടുപ്പ് കത്തിക്കാം. ഇനി പഞ്ചസാരയുടെ അളവ് നമുക്ക് തീരുമാനിക്കാം. ഇതിപ്പോൾ 1, 2, ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ. ഇനി അടുപ്പ് കത്തിച്ച് നന്നായിട്ട് കൈയെടുക്കാണ്ട് ഇളക്കാം. കാര്യം ഇതിൽ നമ്മൾ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്, പിന്നെ ചൈന ഗ്രാസ് ഉണ്ട്. ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആകണം. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ ബ്രെഡ് ഇതിനകത്ത് കിടന്ന് സോക്കായി നല്ലതായിട്ട് ഇതിൻ്റെ കൂടെ യോജിച്ച് കിട്ടും. കുറച്ച് ഇതുണ്ടാവും, പക്ഷേ നമ്മൾ അവസാനം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കും. അപ്പോൾ കൈയെടുക്കാണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇത് തയ്യാറാക്കാം. ഇത് ഭയങ്കര ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രെഡ് ആൻഡ് ബട്ടർ പുഡിംഗ് എന്നും വേണമെങ്കിൽ ഇതിന് പറയാം. ബട്ടർ ക്രീം പുഡിംഗ് എന്നും പറയണമെന്നില്ല. ബ്രെഡ് ആൻഡ് ബട്ടർ പുഡിംഗ് എന്നും പറയാം. നമ്മൾ സാധാരണ ബ്രെഡ് ആൻഡ് ബട്ടർ പുഡിംഗ് വേറൊരു രീതിയിലും ചെയ്യാറുണ്ട്, ബേക്ക് ചെയ്തിട്ടില്ല. ഇത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇതേ ഇപ്പോൾ കുറുകി വന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഇപ്പോൾ കോൺഫ്ലവർ ചേർത്തത് കൊണ്ടാണ് പെട്ടെന്ന് കുറുകുന്നത്. അതേസമയം നമുക്ക് ഇത് തിക്കനിങ് ആയിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ, ചൈന ഗ്രാസും ഈ സമയത്ത് മെൽറ്റായിട്ടുണ്ടാകും. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത്. ഇനി 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കുന്നു. അപ്പോൾ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ ചേർത്തു. ദാറ്റ് ഈസ് 1/4 കപ്പ് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരല്പം ഒന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പുഡിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ആ സമയത്ത് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർക്കാം. ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത്.
പിന്നെ വേണമെങ്കിൽ വാനില എസൻസോ എന്തെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ ആ രീതിയിലും ചേർക്കാം. ഈ ഒരു രീതി ആയിക്കഴിഞ്ഞു. ഇനി മിക്സിയിലേക്കൊക്കെ മാറ്റുന്നതിന് മുന്നേ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതായത് ബട്ടർ. ഇത് 100 ഗ്രാം ബട്ടറാണ്. ബട്ടറും കൂടി ചേർക്കാം. അപ്പോൾ ഈ ഒരു ചൂടിൽ കിടന്ന് ബട്ടർ നന്നായിട്ട് മെൽറ്റായി ഇതിൻ്റെ കൂടെ യോജിച്ച് കിട്ടും. ഇനി ഇതൊരല്പം തണുക്കണം. അതായത് ഈ ബട്ടറും അലിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഒരല്പം തണുത്ത് കഴിഞ്ഞിട്ട്, അത്യാവശ്യം നന്നായിട്ട് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഒരുപാട് തണുക്കാൻ വെയിറ്റ് ചെയ്യണ്ട. ഏകദേശമൊക്കെ ഒരു പകുതി തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റും. ആ സമയത്ത് നമ്മൾ ഫ്രഷ് ക്രീമും ക്രീം ചീസും കൂടി ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തത്. നമ്മുടെ പുഡിങ്ങിൻ്റെ മിശ്രിതം ഏകദേശമൊക്കെ തണുക്കാറായിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇങ്ങനെ കുറുകിയ ഒരു മിശ്രിതമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് ഭയങ്കര സ്മൂത്തല്ല. ഈ സമയത്ത് സ്മൂത്ത് ആക്കാനാണ് നമ്മളിത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഇതിൽ മുട്ടയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. നന്നായിട്ട് വരും. ഇനി ഇതിനകത്തേക്ക് മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസ് ഒരു 200 ഗ്രാം ചേർക്കുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടിയൊക്കെ റിച്ചായിട്ട് മാറും. ബട്ടർ ഓൾറെഡി ഉണ്ട്, അതൊരു റിച്ച്നെസ് തരും. അപ്പോൾ ക്രീം ചീസ് 200 ഗ്രാം ചേർത്തു. ഇനി മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങായിട്ട് മാറും. അപ്പോൾ ഇത് 250 ml ടെട്രാ പാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഒരു കപ്പളവ് പറയുകയാണെങ്കിൽ 1 കപ്പ് ഉണ്ടാകും. ഫ്രഷ് ക്രീമും ചേർത്തു, ക്രീം ചീസും ചേർത്തു. അങ്ങനെ നല്ല ക്രീമി ആകാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പേസ്റ്റി ആയിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ പുഡിംഗ് ഡിഷിലേക്ക് ഇത് മാറ്റാം, ട്രാൻസ്ഫർ ചെയ്യും. നല്ല സ്മൂത്ത് കാണുമ്പോൾ അറിയാമല്ലോ, നല്ല സ്മൂത്തായിട്ടാണ് ആയിരിക്കുന്നത്. ഇനി ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കുമ്പോൾ നന്നായിട്ട് സെറ്റാകും. ഫ്രീസറിൽ വെക്കണമെന്നില്ല, അല്ലാണ്ട് വെച്ചാൽ ശരിയാണ്. പിന്നെ ഇതിലിപ്പോൾ ബ്രെഡ് ചേർത്തിട്ടുണ്ട്, കോൺഫ്ലോർ ഉണ്ട്. അതെല്ലാം ചേർത്താലും തിക്കായി തന്നെ വരും, ഒരു കസ്റ്റേർഡി ഫിനിഷ് കിട്ടും. പക്ഷേ ഒരു ഫിനിഷിങ്, ഒരു ഗ്ലേസിങ് ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ ഒരു ടെക്സ്ചർ ആ ഒരു സ്റ്റൈലിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ ചൈന ഗ്രാസും കൂടി ചേർത്താലേ വരുള്ളൂ. അതുകൊണ്ടാണ് ചൈന ഗ്രാസും കൂടി ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ എടുത്ത് ഒരു ക്ലിങ് ഫിലിം കൊണ്ട് റാപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും വയ്ക്കാം. നന്നായിട്ട് ചില്ലായി കഴിയുമ്പോൾ അതിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുന്നൊരു പാകമായിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. പിന്നെ ഇതിന് അലങ്കാരം എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും അലങ്കരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അലങ്കരിക്കാം. ഇതെന്താ പറയുക, ഇതൊരു ബട്ടർ ക്രീം പുഡിംഗ് ആണല്ലോ. അപ്പോൾ ഇതിനൊരു ചോപ്ഡ് നട്ട്സ് വെച്ചിട്ട് വേണമെങ്കിൽ അലങ്കരിക്കാം. ആ രീതിയിലൊക്കെ വേണമെങ്കിലും ചെയ്യാം. അല്ലാണ്ട് തന്നെ കഴിക്കുമ്പോൾ ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ ഇതിനി തണുക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നു. അപ്പോൾ നിങ്ങളും ഇത് പരീക്ഷിച്ച് നോക്കുക. വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ്, കുറച്ച് റിച്ചാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വല്ല സ്പെഷ്യലായിട്ടുള്ള ഒക്കേഷനൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണെന്ന് പറയുന്നത്. ഇതൊരു ചട്നിയാണ്. ഇതൊരു അച്ചാറിന് സമാനമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ കാര്യമാണ്. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതായത് ഇതൊരു മാങ്ങ ചമ്മന്തി എന്നല്ല പറയുക, നമ്മളൊരു അച്ചാറ് പോലെ ചെയ്യുന്ന ഒരു ചട്നിയാണ്, മാംഗോ ചട്നി. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. പച്ചമാങ്ങ കൊണ്ടാണ് ചെയ്യേണ്ടത്. ഒരു പച്ചമാങ്ങ, ഒരുപാട് പുളിയുള്ളതല്ല, ഒരു മീഡിയം അങ്ങനത്തെ. നമ്മൾ ഈ വെള്ളരി മാങ്ങ എന്നൊക്കെ പറയുന്ന ടൈപ്പ്. അത് കുറച്ച് പുളി ഉണ്ടാവും, പക്ഷേ ഒരുപാടല്ല.
അപ്പോൾ അത് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു വറ്റൽമുളകും കൊച്ചുള്ളി വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റണം ഇച്ചിരി എണ്ണയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാംഗോ ചട്നി തയ്യാറാക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണാം. സ്പൈസി മാംഗോ ചട്നി ചേരുവകൾ: പച്ചമാങ്ങ അധികം പുളിയില്ലാത്തത്, ഒരു ഇടത്തരം സൈസിലുള്ളത്, തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത്, വറ്റൽമുളക് 15 എണ്ണം, കൊച്ചുള്ളി 15 എണ്ണം, വെളുത്തുള്ളി 6 എണ്ണം, ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ, കടലപ്പരിപ്പ് 1 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യാനുസരണം. അടുപ്പ് കത്തിക്കാം. ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതിലേക്ക് ഒരു 10 മുതൽ 12 15 എരിവിനനുസരിച്ചിട്ട്, ഇത് ചെറിയ വറ്റൽമുളകാണ്, അതുകൊണ്ട് ഞാനൊരു 10-14 എണ്ണം എടുത്തിട്ടുണ്ട്. മുറിച്ചിടാം. ആദ്യം ഒന്ന് വറുത്തു മാറ്റാം. ഇതാദ്യം ഒന്ന് വറുക്കാം. കുറച്ചൊരു കരുകരുപ്പായിട്ട് വറുത്ത് മാറ്റാം. ഇപ്പോൾ മൂത്ത് തുടങ്ങുമ്പോൾ ഇവിടെ ചുമയായിരിക്കും. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അത്രേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പാകത്തിന് മൊരിച്ചെടുക്കാം. ഏതാണ്ട് മൂത്ത് കഴിഞ്ഞു. ഇനി എണ്ണയിൽ നിന്ന് മാറ്റും. അപ്പോൾ മുളക് വറുത്ത് മാറ്റി. ഇനി വീണ്ടും ഒരല്പം എണ്ണ ഒഴിക്കാം, 1 ടീസ്പൂൺ. എന്നിട്ട് ഇതിലേക്ക് കൊച്ചുള്ളി വെളുത്തുള്ളി, ഒരു 10 കൊച്ചുള്ളി, ഒരു 15 ചെറിയ ഉള്ളി, ഒരു 6 വെളുത്തുള്ളിയുടെ അല്ലി, 6-7 അത്ര എടുക്കാം. അതും ഈ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വാടി വെളുത്തുള്ളിയുടെ നിറമൊക്കെ മാറാൻ തുടങ്ങുന്നു. രണ്ടിൻ്റെയും, ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും. അപ്പോൾ ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ അതും കൂടി ചേർക്കാം. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഒരു ഫുൾ മാങ്ങയാണ് എടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർക്കാം. എല്ലാം കൂടി മൂക്കട്ടെ. ഇപ്പോൾ ഉഴുന്നുപരിപ്പ് കടലപ്പരിപ്പ് എല്ലാം പാകത്തിന് മൂത്തും ബ്രൗണായി തുടങ്ങി. പച്ചമാങ്ങ അതേ നോക്കിയേ ഒന്ന് വാടി തുടങ്ങി, നന്നായിട്ട് വാടിയിട്ടുണ്ട്. കുഴഞ്ഞിട്ടില്ല, ഏതാണ്ട് വാടി ഇങ്ങനെ വരുന്നു. മതി, തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം തണുക്കാൻ വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കും. ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിൻ്റെ കൂടെ ഈ നമ്മൾ നേരത്തെ വറുത്ത വറ്റൽമുളകും ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. അപ്പോൾ ഒന്ന് തണുത്തോട്ടെ. അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒരുവിധം പേസ്റ്റി ആയിട്ട് തന്നെ അരച്ച് കൊണ്ടുവരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. മാങ്ങാ മിശ്രിതമൊക്കെ ഒരല്പം ഒന്ന് തണുത്ത ശേഷം ഞാൻ മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്ത്. ഓക്കെ, നല്ല ഒരു ചട്നിയായിട്ട് മാറിയിട്ടുണ്ട്. നല്ല മുളക് ചമ്മന്തി പോലെ മാങ്ങ ചമ്മന്തി. ഇത് ശരിക്കും പറഞ്ഞാൽ
നമ്മളിപ്പോൾ പുളിയൊക്കെ ചേർത്ത് ചട്നി ഉണ്ടാക്കില്ലേ, അത് പുളി ചേർത്ത മുളക് ചമ്മന്തി അതുപോലെ തന്നെയാണ്, പക്ഷെ പുളിക്ക് പകരം മാങ്ങ. ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ നോക്കി, അടിപൊളിയായിരിക്കണു. ഇനി ഇതിലേക്കൊരു താളിപ്പ്. ആ താളിക്കുന്ന സമയത്ത് കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ ആ കാര്യം കൂടി ചെയ്യും. അപ്പോൾ നമ്മുടെ മാംഗോ ചമ്മന്തി അഥവാ മാംഗോ ചട്നി ഏതാണ്ട് റെഡിയാണ്. ഇനി താളിക്കൽ മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കാം, നല്ലെണ്ണയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കൂടുതൽ എണ്ണ ഞാൻ എടുക്കുന്നു. ഇതുവരെ നമ്മൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇനി അതിൽ കൂടുതൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കും. എണ്ണ നല്ല ചൂടായിട്ട് കടുക്, വറ്റൽമുളക് വേണ്ട, കടുക്, കറിവേപ്പില, പിന്നെ കുറച്ച് കായപ്പൊടിയും ഉലുവാപ്പൊടിയും. എണ്ണ ചൂടായി തുടങ്ങി. ഇനി 1 ടീസ്പൂൺ കടുക്, പൊട്ടിത്തുടങ്ങി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത്ര മതി. കറിവേപ്പില, ആഹാ എന്താ മണം, രക്ഷയില്ലാത്ത മണം. ഇനി ഇത് നേരെ നമ്മുടെ ചട്നിയുടെ മുകളിലേക്ക് ഒഴിക്കാം. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിരിക്കുന്നത് മിക്സ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് കറക്റ്റായിട്ട് കയറി. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചത്. നല്ലൊരു മിക്സിങ്. ആഹാ, ഈ മിക്സിങ്ങിലാണ് കായപ്പൊടിയുടെ ടേസ്റ്റും ഉലുവാപ്പൊടിയുടെ ടേസ്റ്റും ഒക്കെ ഈ ചട്നിയിലേക്ക് യോജിച്ച് കിട്ടുന്നത്. ചൂടെണ്ണയും എല്ലാം കൂടി വരുമ്പോൾ ആഹാ എന്താ രുചിയെന്നറിയാം. ഇത് വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയിലും ചെയ്യും. അങ്ങനെ എത്ര ടേസ്റ്റാണെന്നൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സ്വാദുള്ള ഒരു മാംഗോ ചട്നി ഇവിടെ റെഡിയാക്കി. നല്ല എരിവും പുളിയും എല്ലാം ആയിട്ട്. ഇത് നല്ല ചെണ്ടമുറിയൻ പോലെ കപ്പ പുഴുങ്ങിയെടുക്കില്ലേ നമ്മൾ, വലിയ വലിയ പീസസ് ആയിട്ട്. അങ്ങനെ വേവിച്ച കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ എക്സലൻ്റ് ആയിരിക്കും. പിന്നെ ചോറാണെങ്കിൽ ഒരു പറ ചോറുണ്ടെന്ന് നമ്മൾ പറയില്ലേ, ഈ ചമ്മന്തി മാത്രം മതി. ഈ ചട്നി കൂട്ടി ഒന്ന് കഴിച്ച് നോക്കൂ, ഗംഭീരമായിരിക്കും. വേണമെങ്കിൽ ഒരു പപ്പടം കൂടി ആകാം കേട്ടോ, അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് അടിപൊളിയാണ്, എക്സലൻ്റ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയില്ലേ, സോ നൈസ്. വേറെ ഒന്നും പറയാനില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ ഇനി വീണ്ടും എനിക്ക് ടേസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അടിപൊളി ചമ്മന്തിയാണിത്, മാംഗോ ചട്നി. തീർച്ചയായിട്ടും പരീക്ഷിക്കണം, എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബട്ടർ ക്രീം പുഡിംഗ് സെറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റാകാനായിട്ട് ഫ്രീസറിലാണ് വെച്ചത്. നോക്കിക്കോളൂ. ഇനി ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് തന്നെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. പിന്നെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ മാംഗോ ചട്നി, ഫയറി ചട്നിയാണ്. എനിക്ക് പറയാറില്ല കേട്ടോ. പുളിയും എരിവും എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഗംഭീരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.